വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് വീട്ടിലുള്ള 3 ചേരുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗം പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് മെൽറ്റാക്കി ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പഞ്ചസാര നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. പാത്രം ഇളക്കിയിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. അപ്പോഴേ ഇത് ഈവൺ ആയിട്ട് നിങ്ങൾക്ക് ബ്രൗൺ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ സൈഡിലൊക്കെ കുറച്ച് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ കളറായി എല്ലാം മെൽറ്റാവുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കാരമൽ സിറപ്പിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് പാലൊഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടാവും അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നമ്മളെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരില്ല. അതിനുശേഷം ഈ പാലിൽ ഈ ഒരു ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അടിഭാഗമൊക്കെ ഉള്ള സിറപ്പ് മുഴുവനായിട്ട് ഇതിൽ വരുന്നവരാക്കുക. അതിനുശേഷം ഞാൻ 2 ബ്രെഡിൻ്റെ സ്ലൈസ് ആ ഒരു അരികുവശം പോക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് പോർഷൻ മാത്രമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കുക. ഇത് ഡീമോൾഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റായി കിട്ടില്ല. ഏത് ബൗളിലാണോ നിങ്ങൾ ഒഴിക്കുന്നത് ആ ഒരു ബൗൾ തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. ഇതാപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിൻ്റെത്. വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. ആ ഒരു രീതിയിലാണ് ഈ ഒരു പുഡിങ് ഉണ്ടാവുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.